ബാംഗ്ലൂർ. നമസ്കാരം. ഹായ് റെജി. ഷെഫ് റെജിയാണ് എൻ്റെ കൂടെ. ഇന്ത്യയിലെ നമ്പർ 2 ഷെഫ് റെജി മാത്യു ആണ് എൻ്റെ കൂടെ. റെജി മാത്യുവിൻ്റെ കപ്പ ചക്ക കാന്താരിയിലാണ് ഇന്ന്. ഞാൻ പറഞ്ഞല്ലോ. ഓക്കെ, ഞാൻ അവിടെ ഒരു സാധനം കണ്ടു. എന്തായാലും ലഞ്ച് കഴിക്കണമെന്ന് പറഞ്ഞിട്ട് സമയമായി. പക്ഷേ ലഞ്ച് കഴിക്കും. നല്ല ചൂട് അപ്പം പോകുന്ന കണ്ടായിരുന്നു ഞാൻ. പക്ഷേ അപ്പം ഒക്കെ പിന്നെ വന്ന് കഴിക്കാം. പക്ഷേ ആ സാധനം എന്തുവാണ്? എനിക്കും കൂടെ ആ സാധനം ഒന്ന് എനിക്കൊന്ന് ഓർഡർ ചെയ്ത് തരാം. എന്തോ സാധനം ഷെഫ്? അത് എന്തോ സാധനം? അത് വേറെ ആർക്കും കൊടുത്തതാണെങ്കിൽ കുഴപ്പമില്ല. വേറെ ഞാൻ വെയിറ്റ് ചെയ്യാം. എടുത്തോട്ടെ. അത് കണ്ടപ്പോൾ ഒരു കൊതി തോന്നി. ഒരു പുതിയ അതിൻ്റെ കൂടെ എന്തോ സുലൈമാനി. ഒരു സുലൈമാനിയും ബാംഗ്ലൂർ ചെറിയ ഒരു കുളിർമയിൽ നിന്നുകൊണ്ട് നമ്മളിങ്ങനെ ഒരു സുലൈമാനി ഷെഫിൻ്റെ മുഖത്തെ പുഞ്ചിരി. സുലൈമാനി ഷെഫിന് വന്നു. ഇത് ആർക്ക് വന്നാലും കുഴപ്പമില്ല. ഇതെന്താ ഷെഫ് ഒന്നും ആണോ? ഇത് കൊള്ളാലോ ഷെഫേ. ഇത് എന്താണെന്ന് പറയാം. എന്നിട്ട് ഞാൻ ഇത് കണ്ട് ഞാൻ പിടിച്ചു മേടിച്ചുകൊണ്ട് വന്നതാണ്. സാധനം അടിപൊളി. കണ്ടിട്ട് ഒരു പ്ലാന്റെയിൻ ലീഫിലൊക്കെ ഷെഫിൻ്റെ കരിവിധം കാണിച്ചിട്ട് ഇതൊരു പുതുമയുള്ള സാധനമാണല്ലോ. ഈ പുഡിങ് നമ്മൾ ഡെവലപ്പ് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് ആദ്യം ഞങ്ങൾ ടെൻഡർ കോക്കനട്ട് പുഡിങ് എന്നായിരുന്നു അതിന് പേര് കൊടുത്തത്. ടെൻഡർ കോക്കനട്ട് പുഡിങ്. ഓക്കെ. നമുക്ക് വരുന്ന ഒത്തിരി കുട്ടികൾ വരുമായിരുന്നു. അപ്പോൾ കുട്ടികൾക്ക് ഒരുപാട് കുട്ടികൾ വരുമായിരുന്നു. അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട് അവർ പറഞ്ഞു ഞങ്ങൾ ഇതിൻ്റെ പേരെന്ന് ക്ലൗഡ് പുഡിങ് എന്നിടാവുന്നത്. ക്ലൗഡ് പുഡിങ്. അപ്പോൾ പിള്ളേരാണ് ഇതിൻ്റെ പേരിട്ടേക്കണം. അവരുടെ ആ ഒരു ഇതിൽ നിന്നാണ് നമ്മൾ ആ പേര് ക്ലൗഡ് പുഡിങ്. ഓക്കെ. അപ്പോൾ ഈ ക്ലൗഡ് ഇസ് ബിക്കം ലൈക്ക് ഹോട്ട് കേക്ക് ആണ്. ഇറ്റ്സ് എ മസ്റ്റ് ട്രൈ ഇൻ ആർ റെസ്റ്റോറന്റ്. ആണോ? ഇത് മാത്രമേ എനിക്ക് ഐ കനോട്ട് മേക്ക് ഇറ്റ് നോട്ട് അവൈലബിൾ. അത് ശരി. ഓൾ ഓഫ് പീപ്പിൾ കം ഹിയർ ടു ഹാവ്. സോ അപ്പോൾ കപ്പ കാന്താരിയിൽ എപ്പോഴും കിട്ടുന്ന ഒരു സാധനമാണത് അല്ലേ? ഇത് പാർട്ട് ഓഫ് ദ മീൽ. പാർട്ട് ഓഫ് ദ മീൽ. ഞാൻ ആ മെനു കണ്ടു. ആക്ച്വലി ഇന്ന് ഞാൻ ഐ വിൽ കം ആൻഡ് ടേസ്റ്റ് എൻ്റയർ തിങ്. നിങ്ങളുടെ ഒരു കോംബോ മെനു ആണ് എല്ലാം അല്ലേ? ഡെഫിനറ്റ്ലി അതാണ് എനിക്ക് തോന്നുന്നു കപ്പ ചക്ക കാന്താരിയുടെ. നമ്മൾ ചെയ്തേക്കുന്നത് ഒരു ക്രിയേറ്റഡ് സെറ്റ് മെനൂസ് ആണ് ഉണ്ടാക്കിയിരിക്കുന്നത്. സോ ബേസിക്കലി വി ആർ ലുക്കിംഗ് അറ്റ് എ കംപ്ലീറ്റ് എക്സ്പീരിയൻസ് സ്റ്റാർട്ടിംഗ് ഫ്രം എ ഡ്രിങ്ക് ടു സ്റ്റാർട്ടേഴ്സ്, പിന്നെ മെയിൻ കോഴ്സ്, ഡെസേർട്ട് എല്ലാം കൂടെ ചേർത്തുള്ള കംപ്ലീറ്റ് എക്സ്പീരിയൻസ്. എന്തായാലും ഇന്ന് ഞാനൊരു ഓക്വേർഡ് ടൈമിൽ വന്നുകൊണ്ടൊന്നും ടേസ്റ്റ് ചെയ്യുന്നില്ല. പക്ഷേ ഇത് കണ്ട് ഞാൻ കയറിയപ്പം കപ്പ ചക്ക കാന്താരിയെ കുറിച്ച് കേട്ടതുകൊണ്ടും ഷെഫ് റെജി എന്ന ഒരാളെ അറിയാവുന്നതുകൊണ്ടും ഞാനിത് വന്ന് നിന്ന് ടേസ്റ്റ് ചെയ്യാണ്. ഓക്കെ. പക്ഷേ ഷെഫ് കേരള റെസ്റ്റോറൻ്റാണ്, കേരള ഫുഡാണ് ഇവിടെ ഷെഫ് അല്ലേ? ഓണത്തിന് എന്തൊക്കെയാണ് പരിപാടി? ഓണത്തിന് സദ്യ ഉണ്ടാവും. ഓണത്തിന് സദ്യ 6, 7, 8 3 ദിവസങ്ങളിൽ 6, 7, 8 ദിവസങ്ങൾ ബാംഗ്ലൂർ മലയാളിക്ക് വേണ്ടി കപ്പ ചക്ക കാന്താരിയിൽ. ബാംഗ്ലൂരും ചെന്നൈയിലും ഉണ്ട്. രണ്ടിടത്താണ്. ഓക്കെ. 2 ദിവസം സൈമൾട്ടേനിയസ് നടക്കും. 3 ദിവസം ഉണ്ട്. ഓക്കെ. അതുകൂടാതെ പാക്ഡ് ഡിന്നർ, പാക്ഡ് സദ്യ. ഇത് 5 പേർക്ക് കഴിക്കാവുന്ന ഒരു സദ്യ ബോക്സ്. ഓക്കെ. അതിനകത്ത് ഇപ്പം പായസങ്ങളും എല്ലാ സാധനങ്ങളും. പക്ഷേ ഇവിടെ ഈ പാക്കിംഗ് ഉണ്ടല്ലോ, മലയാളികൾക്ക് പാക്കിങ്ങിൻ്റെ പ്രശ്നം പറഞ്ഞാൽ എപ്പോഴും കുളമായിട്ട് കിട്ടുന്നത്. അപ്പോൾ ആസ് എ പേഴ്സൺ ഞാൻ ഫുൾ ഭാഗം കാണുന്ന പലയിടത്തും പോയി എടുക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും പുതുമയായിട്ട് എന്തെങ്കിലും ഈ പാക്കിംഗ് എന്തെങ്കിലും ആലോചിക്കുന്നുണ്ടോ? ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ കൊല്ലം ചെയ്ത ചെയ്യുന്നത് തന്നെയാണ്. തെർമോക്കോൾ ബോക്സിനകത്ത് 5 പേർക്കുള്ള മീനായിട്ട് പാക്ക് ചെയ്യുന്നത്. നമ്മൾ കഴിയുന്നു പ്ലാസ്റ്റിക് അവോയ്ഡ് ചെയ്യാണ്. അപ്പം ഫുഡെല്ലാം ടിഫിൻ ക്യാരിയറിനകത്താണ് പാക്ക് ചെയ്യുന്നത്. ടിഫിൻ ക്യാരിയറിനകത്താണ് പാക്ക് ചെയ്യുന്നത്. അത് കസ്റ്റമറിന് അവർക്ക് വേണമെങ്കിൽ അത് അവരുടെ റീറ്റെയിൻ ചെയ്യാം, അല്ലെങ്കിൽ അവർക്ക് റിട്ടേൺ ചെയ്യാം. ഓക്കെ. സോ ദാറ്റ് ഓപ്ഷൻ ഇസ് ദെയർ ഫോർ. ഓ ദാറ്റ്സ് ഗുഡ്. അപ്പോൾ ഒന്നെങ്കിൽ റിട്ടേൺ ചെയ്യാം, അല്ലെങ്കിൽ റിട്ടേൺ ചെയ്യാം. ചിലർ അത് ഒരു ആഡ് ചെയ്ത് കണ്ടെന്ന് ചോദിച്ചാൽ റിട്ടേൺ ചെയ്യുന്നവരുണ്ട്. മനസ്സിലായി. പിന്നെ അതുകൂടാതെ ഓണം ഗിഫ്റ്റിംഗ് ഉണ്ട്. എന്തോ ഓണം ഗിഫ്റ്റിംഗ് എന്തുവാ? അതായത് 4 പായസം, 4 പിക്കിൾസ്, 4 ഉപ്പേരികൾ. അത് നല്ലൊരു ബോക്സിനകത്ത് ഒരു ഓണക്കോടിയായിട്ട് ഇപ്രാവശ്യം ഗിഫ്റ്റിങ്ങിന് വെക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ എനിക്ക് എൻ്റെ ഫ്രണ്ടിന് ഓണത്തിന് എന്തെങ്കിലും ഗിഫ്റ്റ് ചെയ്യണമെങ്കിൽ ബൈ എ ബോക്സ് ഗിഫ്റ്റ്. ഇറ്റ്സ് അവൈലബിൾ ഇൻ ചെന്നൈ ആസ് വെൽ ആസ് ഇൻ ബാംഗ്ലൂർ. ഓക്കെ, ഗ്രേറ്റ്. ഓൾറൈറ്റ്. അപ്പോൾ അടിപൊളിയായിട്ടൊരു ഓണം. അപ്പോൾ ഇതിന് ഈ ബുക്കിംഗ് നേരത്തെ ഉണ്ടോ? അത് kck.onam.com എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു വെബ്സൈറ്റ് ഉണ്ട്. ഓക്കെ. അപ്പോൾ അതിനകത്ത് പോയി സ്ലോട്ട് ബുക്ക് ചെയ്യാം. ഓക്കെ. അത് പല സ്ലോട്ടുകളായിട്ടാണ്. അപ്പോൾ ഡൈനിങ്ങിന് മാത്രമാണോ അതോ ടേക്ക് അവേസിന് ബുക്ക് ചെയ്യണോ? എല്ലാത്തിനും. ഒന്നുകൂടെ പറയാവുന്ന kck.onam.com. kck.onam.com പോയി ബുക്ക് ചെയ്യണം. 6, 7, 8 ദിവസങ്ങളിൽ തിരുവനന്തപുരം എന്ന് പറഞ്ഞു ഞാൻ. ചെന്നൈയും ബാംഗ്ലൂരിലും ഇത്
മഹത്തായ ഒരു സംരംഭം ഷെഫ് റെജി മാത്യുവും ടീമും ഒരുക്കുകയാണ് കപ്പ ചക്ക കാന്താരിയിലൂടെ. നമുക്ക് വളരെ കാത്തിരുന്ന് കാണേണ്ട ഒരു ഓണം ആഘോഷങ്ങളുമായിട്ടാണ് ഷെഫ് വന്നിരിക്കുന്നത്. എത്ര ഡിഷസ് എന്ന് പറഞ്ഞാൽ 26 ഡിഷസ് ഒരു വെടിക്കെട്ട് ഓണം സദ്യയായിട്ട് വരുന്നു. പക്ഷേ എൻ്റെ മുന്നിൽ എന്നെ കൊതിപ്പിച്ചുകൊണ്ട് ഈ സാധനം ഇരിക്കുന്നതുകൊണ്ട് ഞാൻ എന്ത് സാധനമാണ് ഈ സാധനം ഇരിക്കുന്നതുകൊണ്ട് ഞാനിവിടെ നിർത്തുകയാണ്. ടേസ്റ്റ് ചെയ്തിട്ട് ബാക്കി ഞാൻ പറയാം ഷെഫ്. താങ്ക് യു. സാധനം കൊള്ളാം. ഇതൊക്കെ നിങ്ങൾ ഇലയൊക്കെ നാട്ടിൽ കൊണ്ടുവന്നാണോ? അതെ, പിടിയോണല്ലേ? അപ്പോൾ ഞാൻ കഴിക്കാൻ പോയി ഷെഫ്. നിങ്ങൾ എന്നെ ഒരു നമ്മുടെ ക്ലൗഡ് പുഡിംഗ് ക്ലൗഡ് പുഡിംഗ് എന്ന് ഷെഫ് നേരത്തെ പറഞ്ഞാൽ ഒന്നാം തരം ഇളനീർ പുഡിങ്ങാണ്. നമ്മുടെ നല്ല ടെമ്പറേച്ചറിൽ വെച്ച് ഫ്രീസ് ചെയ്ത സാധനം, നല്ല ടെസ്റ്റുള്ള ക്യാൻ സീ ദിസ് ഓൾസോ. അല്ല മധുരം അധികം ഇല്ലതാണ്. അതാണ് എനിക്കിപ്പോൾ ഇത് 2-3 നമുക്ക് പോകും കേട്ടോ പക്ഷേ 2-3 ഷെഫ്. ഇത് ഷെഫിൻ്റെ എന്തെങ്കിലും റെസിപ്പി എവിടെ കിട്ടുന്നതിനേക്കാളും വേറെ വ്യത്യാസമുണ്ടോ? ഞാൻ അതിനെക്കുറിച്ചൊന്നും ഇപ്പം പറയുന്നില്ല. ഷെഫ് കുറേ കാലമായിട്ട് പരിശ്രമിച്ച് സ്വന്തം സീക്രട്ട് ഉണ്ടാക്കിയ സാധനം. വളരെ നല്ലൊരു കുടുംബ. താങ്ക് യു ഷെഫ് ഗെയിം. അപ്പം 6-7 ഓണം സെലിബ്രേഷൻ കപ്പ ചക്ക കാന്താരിയിലൂടെ അച്ചായന് ഇവിടെ ഉണ്ടാകാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങളും ഉണ്ടാവണം. ബാംഗ്ലൂർ മലയാളികൾക്ക് മാത്രമല്ല ചെന്നൈയിൽ വാസികൾക്കും കപ്പ ചക്ക കാന്താരി ഒരുക്കുന്ന ഒരു സുവർണ ഓണ സെലിബ്രേഷൻ ബൈ ഷെഫ് റെജി ആൻഡ് ടീം. മറക്കരുത്, ഇത് കാണണം. നിങ്ങൾ പോയി അവിടെ നിന്ന് കഴിക്കണം. നിങ്ങളുടെ ഓണം മാവേലി വരവേൽക്കണം. സന്തോഷവും ഒക്കെ എല്ലാവർക്കും നേർന്നുകൊണ്ട് അച്ചായനോട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.